റഹ്മാൻ എന്താണ് റഹീം അതാണ് പറയാൻ പോണത്. അതിനൊരർത്ഥം ഞാൻ പറയാൻ പോണത്, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഏറെ കരുണ ഉള്ളവൻ എന്നർത്ഥം. എന്താ റഹ്മാൻ്റെ അർത്ഥം? ഏറെ കരുണ ഉള്ളവൻ, അഥവാ അള്ളാഹു കരുണ ഉള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അങ്ങനെ പറഞ്ഞില്ല, അള്ളാഹു സ്നേഹമുള്ളവനാണ്, അള്ളാഹു അനുകമ്പയുള്ളവനാണ്, അള്ളാഹു കോപിക്കുന്നവനാണ് ഒക്കെ പറയും. അതിൽ പെട്ടതാണ് അള്ളാഹു കരുണ ഉള്ളവനാണ്. അത് അള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു കരുണയുള്ളവനാണ്. റഹ്മാനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കരുണ ഉണ്ട്. അത് ചില്ലറ കരുണല്ല, ഏറെ കരുണയുള്ളവൻ. അതിനാണ് റഹ്മാൻ എന്ന് ഫയലാൻ വസൂൽ കൊണ്ടത്, ചേർത്ത് മുബാലകത്താണത്. അപ്പോൾ അള്ളാഹു റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ ഏറെ കരുണ ഉള്ളവനാണ്. റഹീം എന്ന് പറഞ്ഞാലോ ആ കരുണ ഉള്ളത് അവിടെ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നവനല്ല, ആരോടും കരുണ ചെയ്യുന്നവനാണ്. കുറച്ചാണോ? ഏറെ കരുണ ചെയ്യുന്നവനാണ്. അപ്പോൾ റഹീമിൻ്റെ അർത്ഥം അങ്ങനെയാണ്. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? ഏറെ കരുണ ചെയ്യുന്നവനാണ്. ഉള്ള അള്ള തൻ്റെ കരുണകൾ പ്രവർത്തിക്കും, കരുണ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അള്ളാഹു റഹീമായി. കരുണ ഉള്ളവനാണ്, അതുകൊണ്ട് അള്ളാഹു റഹ്മാനാണ്. മനസ്സിലായോ? അള്ളാഹു റഹ്മാനാണ്, ഏറെ കരുണ ഉള്ളവനാണ്. റഹീമാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്. അതാണ് റഹ്മാനും റഹീമും.